പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ആദ്യം മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. തോലോടുകൂടി നമ്മൾ കട്ട് ചെയ്ത് പുഴുങ്ങിയിട്ട് തോല് മാറ്റിയാലും മതി. ഇനി കഴുകി വൃത്തിയാക്കിയത് കട്ട് ചെയ്തതായതുപോലെ ഒന്ന് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒരു 10-12 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി തണുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഒരു തവിയോ സ്പൂണോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കട്ടകളില്ലാതെ ഉടച്ചെടുക്കാം. വളരെ ഹെൽത്തിയാണ് സ്വീറ്റ് പൊട്ടറ്റോ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു പോഷകാഹാരം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കിട്ടുമ്പോൾ കളയാതെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ചിലർ വിചാരിക്കും ഈ മുട്ട ഒഴിക്കുമ്പോൾ ഈ മുട്ടയുടെ സ്മെല്ല് ഒന്നും വരത്തില്ല. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മാത്രം, ഒരു പിഞ്ച് ഉപ്പ് മാത്രമേ ചേർക്കാവൂ. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിതിൽ ഒരല്പം തേൻ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം മാത്രം ഉപ്പ് ചേർത്താൽ മതി. മുട്ട നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 3-4 സ്പൂണ് മതിയാവും, ഒരുപാട് വേണ്ട. അപ്പോൾ ഇടയ്ക്ക് തേങ്ങ പീരയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. നല്ല മഴയുണ്ട്, ആ ഒരു അരപ്പ് കാണാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് തേനും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കിട്ടുന്ന തേനൊക്കെ അത്ര നല്ലതാണോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നല്ല തേനൊക്കെ ഈ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ആണെങ്കിൽ കിട്ടും നല്ല തേനൊക്കെ. അപ്പോൾ നല്ല തേനാണെങ്കിൽ അത് ഉപയോഗിക്കുക. ഞാൻ എന്തായാലും 2 സ്പൂണ് തേൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം മാത്രം ഓയിൽ പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ കൂട്ട് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒറ്റ സ്റ്റെപ്പായിട്ടാണെങ്കിൽ അങ്ങനെ 2 പ്രാവശ്യമാണെങ്കിൽ അങ്ങനെയാണെന്ന് എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒരു തടിത്തവി കൊണ്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. കൈകൊണ്ടോ തവി കൊണ്ട് വേണേലും ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. അവരവരുടെ ഇഷ്ടത്തിന് അവരവർക്ക് ഓരോ ഏതം കാണുമല്ലോ, അതിനനുസരിച്ച് ഞാനിതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വശം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മറുവശവും അതുപോലെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ എടുത്ത വീഡിയോ വിട്ടുപോയത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. ഇനി നമുക്കിത് ആവശ്യാനുസരണം കട്ട് ചെയ്ത് ഒരല്പം തേൻ വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. തേൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ തേൻ ഒഴിച്ച് കഴിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.